അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. ചെറിയതും വലിയതുമായ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവെ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം. നമ്മളിങ്ങനെ നടന്നു പോകുന്നു. പണ്ടില്ലേ പത്രത്തിലൊക്കെ എല്ലാം റോഡരികിലൂടെ നടന്ന് ഒന്ന് കാൽനട യാത്രക്കാരനെ വാഹനം ഇടിച്ചു. തവക്കുൽ ചെയ്യാൻ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു പോവന്നേ. അതാണ് ഇനി പറയുന്ന ഹദീസുകൾ. ഓരോന്നിനും വേണമെന്നർത്ഥം. അതാ السابع عن أبي أمارة البراء بن حازب رضي الله عنه. അബൂ ഉമാറ ബറാഅ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട റിപ്പോർട്ട്. ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഫുലാനു. ഫുലാനു എന്ന് ഉപയോഗിക്കല് എല്ലാരും വിളിക്കുന്നതാ. യാ ഫുലാനു, മനുഷ്യ. നമ്മൾ മനുഷ്യ എന്ന് പറയാലോ, അങ്ങനെയാണ്. ആ പറച്ചില അറബികളാണെന്ന് പറയും അബ്ദുള്ള അല്ലെ മുഹമ്മദ്, എല്ലാരും അല്ലെ ഹമ്മദ്. അബ്ദുള്ള എന്നാ കൂടുതൽ, യാ അബ്ദുള്ള. അപ്പോ യാ ഫുലാൻ, ഓ മനുഷ്യ, ഇദാ അവൈത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്നു ചേർന്നാൽ. കിടക്കാനുണ്ടേ, വിരിപ്പിക്ക് ഇരുന്ന് കഴിഞ്ഞാല് കിടക്കുമ്പോ എന്ത് വേണം? വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി കൊടഞ്ഞിട്ട് വേണം. ഇന്നിപ്പോ സ്ഥിതി എന്താ? വലിയതാണ് വിരിച്ചിട്ടുണ്ടാവും അല്ലേ? മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ജാതി. അതിമൊരു തലയിണ ഉണ്ടാവും, അതേമാതിരി 5-6 കിലോ ഉണ്ട് ആ തലയിണ. തട്ടലും കൊട്ടലൊക്കെ കണക്കാം. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് തണുപ്പുള്ള പ്രദേശങ്ങളൊക്കെ ആകുമ്പോ ചൂടുള്ളോടന്ന് കേറിയിട്ടേ പല ആൾക്കാരും അതിനുള്ളിൽ താമസിക്കുന്ന. അങ്ങനെയാണ്. ഞാനേറ്റം വന്നിരുന്നു, കുട്ടികളിങ്ങനെ ഉരുട്ടി കളിക്കണ വണ്ടി വീട്ടിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പൊ പിന്നെ ഇതില്ല, ഉമ്മർപ്പടിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്നല്ല ആരും ഒരു ബഹുമാനം എവിടെ ഇല്ലാന്ന് അർത്ഥം അല്ലേ? വീടിന് ഉമ്മർപ്പടി വെക്കൂലേ? 2 ഭാഗത്തും പ്രത്യേകിച്ച് ഉമ്മർപ്പടി വെക്കണം. ഉമ്മർപ്പടി എന്ന് മനസ്സിലായില്ല? അത് വെക്കണം. ഉള്ളിൽ വെക്കണില്ലെങ്കിലും 2 പുറത്തും വെക്കണം എന്നാ. ഇല്ലെങ്കിൽ എന്താ, ഈ വാതിലിന്റെ അടിയുമ്പോ ഗ്യാപ്പ് ഉണ്ടാവും, ടൈലിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. ഇതിൽ കൂടി വരാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ചൂടുകാലാണെങ്കിൽ എന്താവും, ചൂട് സഹിക്കാൻ കഴിയായിട്ട്. മഴക്കാലാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്താവും, തന്നെ കയറിക്കോളും. എവിടെയാണ് ഓൽക്ക് ഗ്രിപ്പ് കിട്ടണ പിടുത്തം കിട്ടണേ ആയിക്കൂടെ ഇങ്ങനെ വരും. പിന്നെ അതെന്താവും, കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കി പോകാൻ വയ്ക്കൂല. ആ കഷ്ടപ്പെടുമ്പോഴാണെങ്കിൽ നമ്മളെ അതേ പോണേ. അപ്പൊ ഡ്രസ്സുമൊക്കെ കയറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും, പലയിടത്തും എത്തിപ്പെടുന്നു. അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, തട്ടിയും കൊട്ടിയും അല്ലേ? അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തട്ടിക്കൊട്ടിയിട്ടൊക്കെ ഒന്ന് കിടക്കണം എന്നാണ്. വിരിപ്പിനെ കുടയണം എന്നാ ശരിക്ക് നല്ലോണം. ഇനി ഒന്നുമില്ലാന്ന് ഉറപ്പുണ്ടെങ്കിലും വേണമെന്ന് ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് കിടക്കാവൂന്ന. അങ്ങനെ കിടക്കാൻ ചെന്നാൽ പഖുൽ, നീ പറയണം, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഇതാണ് കിടക്കുമ്പോ ചൊല്ലണമെന്ന്. ഇത് മാത്രമല്ല, പലതും ഉണ്ട് കേട്ടോ. ഇത് അവസാനം പറയേണ്ട ഇതാണ്. നമ്മൾ ചെല്ലണ എല്ലാം കിടക്കാൻ എന്താ വേണ്ടത്? ആദ്യം വിരിപ്പ് കൊട്ടണം നമ്മൾ പറഞ്ഞു. പിന്നെന്ത് ചെയ്യണം? വിരിപ്പിൽ ശരിക്കും കെബിൽ പഴയ ആളുകളൊക്കെ ആ വിരിപ്പിലൊക്കെ പോയിരുന്നിട്ടുണ്ടാവും. ഒരു ഫാത്തിയും സൂറത്തൊക്കെ ഓതിയിട്ട് മുഅ്മിനീങ്ങൾക്കൊക്കെ ഒന്ന് ദുആയിരിക്കും. മരിച്ചവർക്കൊക്കെ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി. എൻ്റെ വാപ്പൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വല്ലാതിരിക്കൂല. അപ്പം എന്താവും, പോയിട്ട് ദുആരിക്കണ് കേൾക്കാം. അങ്ങനെ ഫാത്തിയും സൂറത്തൊക്കെ ഓതിയിട്ട് ദുആയിരുന്നിട്ട് ശരിക്കും അവസാനം നമ്മൾ ദുആരിക്കുമ്പോൾ പറയേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
എന്നാൽ ലോകത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി നമുക്ക്. വലിയ വലിയ ആളുകൾ ഉണ്ടാവും, ചെറുതാവൂല. കഴിഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ ഉണ്ടാവും. ആ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലാണ് അമ്പിയാക്കളൊക്കെ ഉള്ളത്. അപ്പൊ അവരൊക്കെ ആയിട്ടൊരു ബന്ധമായി, ആ ബന്ധത്തിലാണ് കിടക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് ഓതിയിട്ട് എന്ത് ചെയ്യണം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈ ഇങ്ങനെ പിടിക്കുമായിരുന്നു. എന്നിട്ട് അയക്കാണ്ട് ഊതും. എന്നിട്ട് എന്താവും? ആണ് തടവും, തലയും മുഖം കൈ, ശരീരത്തിൽ എവിടൊക്കെ കൈയെത്തുവോ അവിടൊക്കെ അതുകൊണ്ട് തടവും. വീണ്ടും എന്താവും? ഓതും. എന്നിട്ട് വീണ്ടും അങ്ങനെ 3 വട്ടം ചെയ്തിരുന്നു എന്നാണ്. 3 പ്രാവശ്യം അങ്ങനെ ചെയ്ത്. ഇപ്പൊ 3 വട്ടം ചെയ്യണില്ലെങ്കിൽ 3 വട്ടത് ഓതിക്കാണ്ടത് 1 വട്ടെങ്കിലും ചെയ്യണ്ട. നമ്മള് ചെയ്യണം. എന്നെന്താവും? കിടത്തത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ തട്ടിയ ഭാഗത്തൊന്നും പിശാചിന് സ്പർശിക്കാൻ കഴിയില്ല. ഓക്കെ, പിശാചിന് പിന്നെ അവിടെ തൊട്ടുനോക്കാൻ കഴിയില്ല. പിശാചിങ്ങനെ തൊടുമ്പോ എന്താവും? അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോഴും പിശാച് വരും. എന്നിട്ടെന്താവും? ആ പിശാച് ആ മനുഷ്യന്റെ തലന്റെ ഇവിടെ 3 കെട്ട് കെട്ടും. 3 കെട്ട് കെട്ടിടും. ഓരോ കെട്ടുമ്പോഴും മന്ത്രിക്ക് അലൈക്കലയിലും തൊവീൽ, അലൈക്കലയിലും തൊവീൽ, അലൈക്കലയിലും തൊവീൽ എന്നാണ് കാരണം. ദീർഘമായ ഗാഠമായ നിദ്ര ഉണ്ടിട്ടോ എന്ന് പറയും. നല്ല ഉറങ്ങിക്കോന്ന്. അങ്ങനെ സുബഹിയാവണ നേരം അങ്ങനെ നീക്കുന്ന ഇവന് തോന്നുമ്പോ എന്ത് ചെയ്യും? ബാങ്ക് കൊടുത്തിട്ട് കുറച്ചും കൂടി കിടക്കാൻ ഒരു പൂതി ഉണ്ടാവില്ല. ആ നേരത്തെ ഭയങ്കര ഉറക്കാൻ പൂതിയാണല്ലോ. അപ്പൊ ഇനി പലറ വെച്ചാൽ തന്നെ 2 മിനിറ്റ് കൂടി കിടക്കാന്ന് വിചാരിച്ചു. ഒരു കിടത്താണ്ട് എടുക്കും 2 മിനിറ്റ്. ആ കിടത്തത്തിൽ പോകാൻ വന്നിട്ട് ഒറ്റ ഒഴിക്കല തന്നെ മൂത്രമൊഴിക്കുന്നതാണ്. അപ്പൊ എന്താവും? അധികം തണുപ്പിട്ടു സുഖമായിട്ടാണ് കിടക്കുന്നതാണ്. ഒക്കെ അതേതിലാണ് ഞാൻ ഈ പറയണത്. അപ്പൊ ആ 2 മിനിറ്റ് കിടന്ന് പിന്നെന്താവും? ചിലപ്പം സൂര്യൊക്കെ വെച്ച് ചൂടാണ് എത്താണ്. കാരണം പിന്നെ അറിയാം അതേനെ തന്നെ ആ കെട്ടിയാണ് കെട്ടിയാണ് പോവണോ? ഓന്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കെട്ടയ്യാ 3 പണിയാ. ഒന്ന് നീറ്റേക്കാൻ എന്ത് പറയാ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നാണ് ചെല്ല. അതാണ് ചെല്ലുമ്പോൾ ആദ്യത്തെ കെട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. 2ാമത്തെ കെട്ടിന് പോകും ബാത്റൂമിനൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഒതു കൊണ്ടെടുത്ത് വെക്കുക. എന്നാ 2ാമത്തെ കെട്ടുകൊണ്ട് പൊട്ടിത്തെറിച്ചു. നീറ്റ് വന്ന് 2 റക്അത്താണ് നിസ്കരിച്ചും ചെയ്താൽ ബാക്കിയുള്ളത് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാവും പിന്നെ പറയണത് എന്നാണ്. വളരെ ഉന്മേഷവാനായിട്ടാണ്. കാരണം രാവിലെ നീറ്റ് വരിക എന്നാ. ഇല്ലെങ്കിൽ ഒരു മാറാല തട്ടിയിട്ടുണ്ടാവും. മുഖത്തിങ്ങനെ മാറാല തട്ടിയുണ്ടാവും ഒരു അവസ്ഥ. അതേമാതിരി ചുയിപ്പുണ്ടാവും. അപ്പോ കിടക്കണ സമയത്ത് ശ്രദ്ധിക്കണം, നീക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്നാ. അപ്പൊ കിടക്കുമ്പോ പിശാച് ഇടപെടാതിരിക്കാനാണ് ഇപ്പൊ ഇത് ചെല്ലണേ അല്ലേ? ആ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു കഴിഞ്ഞിട്ട് പിന്നെ സുബ്ഹാനല്ലാഹ് എത്ര വട്ടം? 33 വട്ടം. അൽഹംദുലില്ലാഹ് 33 വട്ടം. അല്ലാഹു അക്ബർ 34 വട്ടം പറയണം എന്നാണ്. അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ എന്ത് ചെയ്ത് അവിടെ 400 തികക്കാൻ വേണ്ടി 33 + 33 + 33 കൊടുത്തിട്ട് പിന്നെന്ത് ചെയ്ത് 100 തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയണം. ഇവിടെ അതല്ല. ഇവിടെ ഇനി 34 പറയണം. അല്ലാഹു അക്ബർ 34 വട്ടം പറയണം എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കിടക്ക. ബിസ്മിക റബ്ബി വളഅതു ജംബി. അതെ. ഇനി അതിന്റെ മുമ്പ് പിന്നെ ഞാൻ ആയത്തുൽ കുർസി നേരത്തെ ഓതിക്കണമെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. ആയത്തുൽ കുർസി ഓതിയാലേ ഉണ്ടാവും കാവലുണ്ട്. അതേപോലെ ആമന റസൂൽ ഓതണം. അഥവാ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തോതിയാണ് കഫത്താഹു എന്ന ആ 2 ആയത്ത് അവന് മതിയാകും. മിൻകുല്ലി സൂ, എല്ലാ സൂയിൽ നിന്നും അവനെ കാക്കുന്ന. രാത്രി അവന് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സുഖമായി ഉറങ്ങാൻ കഴിയുന്ന
അപ്പൊ ആയത്തുൽ കുർസി ഉണ്ടായിരുന്നോ? നല്ല സംഭവമാണല്ലോ. ആയത്തുൽ കുർസി ഓതിനെ കുറിച്ച് ദീർഘമായ ഹദീസ് ഇനി വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട സംഭവം തന്നെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സക്കാത്തിന്റെ മുതൽ കാക്കാൻ വേണ്ടി പള്ളിക്ക് ഏൽപ്പിച്ചു. പള്ളിക്കാണ് കൊടുന്നു കൂട്ടുക, ആമിലിങ്ങൾ ഇങ്ങനെ കൊടുന്നു കൂട്ടണാണല്ലോ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹുറൈറ നിങ്ങൾ നോക്കി നോളിട്ടോ പറഞ്ഞു, രാത്രി ആരെങ്കിലൊക്കെ ഇത് എടുക്കാൻ വരൂട്ടോ പറഞ്ഞു, നല്ല ശ്രദ്ധിച്ചോണ്ടിയാണ്. അപ്പൊ രാത്രി ആയപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ സഞ്ചി പൊടിച്ചു വന്നത് ഇങ്ങനെ കോരി നിറക്കുന്നുണ്ട്. അപ്പൊ പിടിച്ചു, കക്കാമെന്ന് കല്ല സക്കാത്തിന് മുതൽ കക്കായില്ലേ ചോദിച്ചു. അവർ ഞാൻ കുട്ടികൾ പട്ടിണി എടുത്തിട്ട് വന്നതാണ്, ദാരിദ്ര്യം കൊണ്ട് സഹിക്കാൻ കഴിയായിട്ട് വന്നതാണ്, എന്തിന്ന് എടുക്കാൻ പറ്റില്ലാത്ത സക്കാത്തിന്റെ മുതലാണ് പോണം എന്ന് പറഞ്ഞു. അന്നെ ഞാൻ പിടിച്ചോണ്ടിട്ടുണ്ടാവും, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ കരഞ്ഞ് ഇനി ഞാൻ വരൂല, എന്റെ ദാരിദ്ര്യത്തിന്റെ ഇറങ്ങോണ്ട് വന്നാണ്, ഇനി ഞാൻ വരൂല പറഞ്ഞു. അപ്പൊ പാവം വിട്ടയച്ച്. പിറ്റേന്ന് മുത്തനബി ചോദിച്ചു, അല്ല ഇന്നലത്തെ കള്ളൻ എന്ത് കാട്ടി ചോദിച്ചു. റബ്ബുൽ ആലമീൻ തമ്പുരാനെ, ഇന്നലത്തെ കള്ളൻ എന്ത് കാട്ടി ചോദിച്ചു. അപ്പോ അങ്ങനെ പാരാതികളും ആവലാതിയും ഒക്കെ പറഞ്ഞപ്പോ ഞാൻ വിട്ടയച്ചു. എന്നാ ശ്രദ്ധിച്ചോണ്ട് ഇഞ്ഞും വരൂ കേട്ടോ പറഞ്ഞു. അപ്പോ പിറ്റേന്ന് വരുന്ന ഉറപ്പായി. പിറ്റേന്ന് വന്നപ്പോ പറഞ്ഞു, ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞില്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്തായാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് കൊണ്ടുപോയി കള്ളൻ ഭാര വന്നതാണ്. അപ്പൊ വീണ്ടും പറഞ്ഞു പറഞ്ഞിട്ടാണ് പറ്റിക്കലുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാരൊക്കെ കടം വാങ്ങലെങ്ങനെ പറഞ്ഞാണ്ടെന്നോ പാറ ചേറാക്കും, എന്നിട്ട് ഇപ്പം എൻ്റെ പോക്കറ്റിലെ പൈസ അടിച്ചു മാറ്റി പോവും. കിട്ടൂല്ല. പിന്നെ കിട്ടുക ഇരുമ്പുടിച്ച വെള്ളം കക്കൂല എന്നൊരു ചൊല്ലുണ്ടല്ലോ, നോയിരിക്കാരം ഓനോടുത്ത പിന്നെ പൊരുത്തപ്പെട്ട് കൊടുക്കലാണേക്കാൻ നല്ലത്. ഇതേപോലെ പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വശീകരിച്ച് ഇനി ഒരിക്കലും ഞാൻ വരില്ല, ഇന്നും കൂടി ഒരു അളവ് തരണം. അപ്പൊ അന്നും വിട്ടുകൊടുത്തു. പിറ്റേന്ന് മുത്തനബി തങ്ങൾ വെച്ച് എൻ്റെ കള്ളൻ എന്തേ ചെയ്തത് വെച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു, വിട്ടയച്ചു. നഞ്ഞും വരും ശ്രദ്ധിച്ചോണ്ടിതാ. മൂന്നാമത്തെ ദിവസവും ദേമാരി വന്ന് വാരി നിറക്കേണ്ട അതിൽ പിടിച്ചു. എന്ത് പറഞ്ഞിട്ടും അതിൽ വിടൂല തന്നെയാണ്. അപ്പൊ ഇബ്ലീസിനെ അറിയാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിജ്ഞാനദാഹിയാണ് എന്ന്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു തേടിയ സംഭവം പറയുന്നുണ്ട്. അന്നും വെള്ളമില്ലായിട്ട് വന്നുകൂടിയിട്ടാണ് അങ്ങനെ പറയുന്നുണ്ട്. ആ മദീന ശരീഫിലെ ആ തായ്വരയില ചെരുവില് അവിടെ എന്താണ്ട് നടന്നു പോകുമ്പോ ബോധം കെട്ട് വീണെടുക്കുകയാണ് എന്നാണ്. അപ്പൊ ഓരോ തങ്ങൾ മരിച്ചോ എന്നാ പലരും ചവിട്ടി വെക്കുന്നുണ്ട്, കാലുകൊണ്ട് തട്ടി വെക്കുന്നുണ്ട് എന്നാ അവിടെ പറയണ. മാബി ഇല്ലല്ലോ, എനിക്ക് വിശപ്പല്ലാത്ത ഒന്നുണ്ടായിരുന്നില്ല, വിശന്ന് തളർന്നു വീണതായിരുന്നു. പലരും തട്ടിയും ചവിട്ടിയും നോക്കുന്നുണ്ട്. അപ്പോ എത്ര വിശന്നിട്ടും ദാരിദ്ര്യമായിട്ടും പഠനം നിർത്തിയിട്ടില്ലായിരുന്നു പഠിക്കന്നെ. അതുകൊണ്ടാണ് ആ ദർസിന്റെ ലീഡറാണ് ആര്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോ മൂന്നാമത്തെ ദിവസം വന്നപ്പോ പിടിച്ചു. ഇനി ഒരിക്കലും വിടൂലായിരുന്നു. ഇന്ന് വിടണ പരിപാടിയല്ല, നാളെ രാവിലെ വരെ പിടിച്ചുർത്തും എന്നെ കൊണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ എനിക്കൊരു അറിവ് പഠിപ്പിച്ചുതരാം. ആ കാര്യം നീ ചെയ്ത കിടക്കണ നേരത്ത് നീ ഒരു ആയത്തിനെ കുറിച്ച് എഴുതിയാണ് കിടക്കുകയാണെങ്കിൽ രാവിലെ വരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല, അത് ഉറപ്പാണ്. അപ്പൊ എന്നാ ഉപയോഗിക്കുവാറുണ്ട്. ഇൽമ പഠിപ്പിച്ചല്ലോ എന്നുള്ള എനിക്ക്. പിറ്റേന്ന് മുത്തനബി തങ്ങളെ വെച്ച് എന്തേ ഉണ്ടായോ വെച്ചു. ഞാൻ വന്നിരുന്നു, ഓൻ പിടിച്ചു നിർത്തിയിരുന്നു, പക്ഷെ ഓൻ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ഓനെ വിട്ടയച്ചു. എന്തറിവേ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം പറഞ്ഞു. ആയത്തിനെ കുറിച്ച് ഓതി കിടന്നാൽ വല്ലതും ഒരു സയ്യോ നിന്നെ ബുദ്ധിമുട്ടാക്കൂല എന്ന് പറഞ്ഞേക്കണേന്ന്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ വ ഇന്നഹു കദൂബുൻ, വളരെ പൊള്ളല്ലാതെ ഒന്നും പറയില്ല, പക്ഷെ ഈ പറഞ്ഞ സത്യമാണ്. ആയത്തിനെ കുറിച്ച് ഓതി കിടന്നാലേ ഒരു വിഷമവും വരൂലെന്ന്. അപ്പോ ആയത്തിനെ കുറിച്ച് ഞാൻ ഓതിയിട്ട് ആമന റസൂൽ ഓതിയിട്ടാണ് കിടന്നാൽ പിന്നീട് കിടക്കണ സമയം വലത് ഭാഗത്തിന്റെ മേല ചെരിഞ്ഞ് കിടക്കേണ്ടത്, വലത്തേ ഭാഗത്തെ. ഇത്രയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ കവളിൽ വെച്ച് നൂന്ന് കിടക്കുമ്പോ അങ്ങനെ നമുക്ക് ഇങ്ങനെ വഴങ്ങി കിട്ടാൻ കുറച്ച് പണി ഉണ്ടാവും അല്ലേ. വെച്ചാൽ കുറച്ച് മേലേക്ക് പോലും കുറച്ചൊന്ന് പുറത്തേക്ക് പോകും. കറക്റ്റ് ഇവിടെ തന്നെ ആയിരിക്കണം. അങ്ങനെ വലത്തേ കയ്യേ കവളിൽ വെച്ച് വേഗം ഉണരുക കിടത്തത്തിൽ നിന്ന്. നല്ല ഉറക്കം കിട്ടും. ഇടത്തെ ഭാഗത്ത് കിടക്കുന്നതിനേക്കാളും ഉറക്കം കിട്ടും വലത്തേ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നു.
അതിന് കഴിയില്ലെങ്കിൽ അടുത്ത ഭാഗത്ത് കിടക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെന്ത് ചെയ്യാ? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉ നംസിക നഫ്സി ഫഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അതും കഴിഞ്ഞ് അവസാനം പറയാം അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്നാണ് കേട്ടോ. ഇതങ്ങോട്ട് ചെല്ലണം എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി രണ്ടാമത്തെ ഭാഗം പറയുന്നുണ്ട്. അങ്ങനെ നീ പറഞ്ഞ് അർത്ഥം നമുക്ക് പറയാം. അഥവാ മിൻ ലൈലത്തിക, ആ രാത്രി നീ മരിച്ചു എന്ന് വെച്ചോ, ഇതാണ്ട് ചെല്ലിക്കിടന്ന ദിവസം നീ മരിച്ചു ഉറക്കത്തിൽ വെച്ചോ, മിത്ത അലൽ ഫിത്ര, നീ മുസ്ലിമായിട്ടാണ് മരിക്കാന്ന്. കാരണം അത്ര അചഞ്ചലമായ ഈമാന്റെ വർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, രാവിലെ ഉണർന്നു ഖൈറ് സിദ്ധിച്ചവനായിട്ടായിരിക്കും. എന്താ ഇപ്പൊ പറയണത്? അല്ലാഹുമ്മ പടച്ചോനെ അസ്ലംതു നഫ്സി ഇലൈക, എൻ്റെ ശരീരത്തെ നിനക്ക് ഞാൻ വഴിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ശരീരം നീ പറഞ്ഞാരി കേട്ടിട്ടുണ്ട് കേട്ടോ. വവജ്ജഹ്തു വജ്ഹി ഇലൈക, എൻ്റെ വജ്ഹ് നിന്നിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖം മൊത്താണ് കേട്ടോ. അതാ വജ്ഹത്തു തിരിച്ചു ഇലൈക, എൻ്റെ ശരീരം നിന്നിലേക്ക് ഇതാ തിരിച്ചിരിക്കുന്നു. ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഖബർ കിടക്കണ കിടത്തല്ലേ ഇപ്പൊ കിടത്തം മുഴുവണ്ട് ഏൽപ്പിച്ചില്ലേ? കിബിലക്ക് തിരിഞ്ഞ് ഇങ്ങനെ റൂമൊക്കെ അങ്ങനെ സൗകര്യം ഉണ്ട് കേട്ടോ. പെരൊക്കെ ഉണ്ടാക്കുമ്പോൾ റൂമും ഡോറൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ കിടക്കണം എന്നുള്ളത്. ഇപ്പൊ ബാത്റൂം അവിടെ ഇടാൻ പറ്റുക നോക്കുക. എന്നിട്ടെന്താവും, കിടക്കണേത് ഭാഗത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കണ്ട് കിടന്ന് ചിലവരറിയും ഇതിനെ പടിഞ്ഞാട്ട് കാല് വെച്ച് കണ്ട് കിടക്കാൻ പറ്റില്ല, അവിടെ തല പടിഞ്ഞാട്ട് വെച്ചിട്ട് കേക്കോട്ട് കാല് വെക്കണം എന്നറിയും. സംശയം പറയുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് എന്താവും കേച്ച് പിടിച്ചു ചോദിച്ചല്ലോ. കാരണം എന്തുകൊണ്ട്? കബിലന്റെ നേരെ കാല് കിട്ടാൻ പാടില്ല എന്നല്ലേ എന്നാ. കബിലന്റെ നേരെ കാല് കിട്ടാൻ പാടില്ല എന്നാണല്ലോ. ഇനി രണ്ട് ഭാഗത്തും കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള മൂന്നാമത്തെ കിടത്ത ഏതന്നെയാണ്? കബിലയുടെ വടക്ക് ഭാഗത്തേക്ക് തലവെച്ച് തെക്ക് ഭാഗത്തേക്ക് കാലും വെച്ചിട്ട് ഇങ്ങനെ കിടക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നാമത്തെ സ്ഥാനം അതാ. ഇനി അതിന് കഴിയില്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം അഥവാ തിരിഞ്ഞു കിടക്കുക. അപ്പൊ തല തെക്ക് ഭാഗത്തേക്കും കാല് വടക്ക് ഭാഗത്തേക്കും. അപ്പൊ ഈ കൈ ഭാഗത്താണ് കിടക്കുക. ഇത് രണ്ടിനും കഴിയില്ലേ. പിന്നെ മൂന്നാമുള്ളത് മലർന്നു കിടക്കണം എന്നാ. മലർന്നു കിടക്കണം, നാമല കഫാഹു എന്ന ഹദീസിലുള്ളത്. പെരടിന്റെ മേൽ കിടക്കണം, മലർന്ന് കിടക്കണം എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? തല ലേശം ഉയർത്തി വെച്ചിട്ട് മുഖം ഖിബിലയിലേക്ക് ആവണം. വഖ്മുസാഹു, രണ്ട് പാദം കാലുകളും ഇലൽ ഖിബില എന്ന്. ഉള്ളംകാലേ അത് ഖിബിലയിലേക്കായിരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ കിടക്കണം എന്നാണ്. അങ്ങനെ കിടക്കണം എന്നാണ്. മയ്യത്തിനെ അങ്ങനെ കിടത്തേണ്ടത് എന്നാ. നമുക്കിപ്പോ ഏത് മാത്രമേ വെച്ചുള്ളൂ മയ്യത്തിനെ കിടത്തല്? മൂന്നാമത്തെ സ്റ്റേജ് മാത്രമേ അറിയുള്ളൂ. ഖബറിൽ വെക്കണോടത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, അഥവാ ഇരിക്കണില്ല ഇപ്പുറത്ത് ഇഷ്ടിക വെക്കണം എന്ന്. ഇതേറ്റ പോയിട്ട് പള്ളിക്കാട്ടത്ത് പറയണ്ട കേട്ടാ. കുഞ്ചന്മാരൊരു നോട്ടം നോക്കും. ഞാനേ ഇവിടെ കണ്ടന്മാറാണ് സ്ഥലമുണ്ട്. ഇന്നിപ്പോ അവരൊക്കെ ഹയാത്തുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അള്ളാഹു മൗഫിറത്തും കൊടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു ബന്ധത്തിൽ ഇപ്പോൾ ഓരോണ്ട് വെച്ചപ്പോൾ ഞാൻ എത്തി നോക്കുമ്പോൾ മയ്യത്ത് ഇങ്ങനെ മലന്നാ കിടക്കണത്. ഞാൻ പറഞ്ഞു പറ്റില്ല, ചെരിച്ചേക്കണം. ഇവിടെ മറിയാണല്ലോ, മറിയണ ഒരു കല്ലെക്കണം, കല്ലെടുത്തിട്ട് സൈഡിൽ ഇറക്കി വെച്ചാല്. അപ്പോൾ അയാൾ എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ ചെറിയ കുട്ടിയല്ലേ ഇപ്പം പറയുമ്പോൾ, വലിയ എത്ര പ്രായമില്ല അന്ന്. സംഭവം അങ്ങനെയാണ്. നമ്മളെ കുടുംബങ്ങളെ മറവ് ചെയ്യുമ്പോൾ നോക്കണമെന്ന്. ലോകത്തൊക്കെ കൂടി നോക്കാൻ നമുക്ക് കിട്ടൂല. ഉസ്താമാരുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നോക്കണം നല്ല തന്നെയാണ്. നമ്മളിങ്ങനെ അമീറാബിലിങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമായില്ല. ആ മഹല്ലത്തിന്റെ ദീനി ഉത്തരവാദിത്വം നമ്മളെ അടുത്ത് തന്നിട്ടേ അതൊന്നും നോക്കാതെ നമ്മൾ പോയ സംഭവങ്ങളാവും അല്ലേ. മയ്യത്ത് എടുത്തിട്ട് നേരക്കണം എന്നറിയില്ലേ? ആ ഭാഗം പറയണത് ഫുഖഹാക്കൾ പറയുന്നുണ്ട്, ഒരാളെ ഖിബലക്ക് തിരിച്ചല്ല മറവ് ചെയ്തെന്ന് ഉറപ്പായാൽ മഞ്ചിത്ത് മാന്തിയിട്ട് ശരിക്ക് വെക്കണം എന്നാണ്. എത്ര അതിന് ഗൗരവം. മരിച്ച മയ്യത്ത് മറമാടിയിട്ട് പിന്നെ മാന്താൻ പാടുണ്ടോന്ന് ഇല്ല എന്നാണ്. മാന്തനങ്ങളുടെ ഒരു നിബന്ധനയാണ്, ഖിബലക്ക് തിരിച്ച് മറ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായി എടുത്തിട്ട് വെക്കണം എന്നാണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് ചാരി അങ്ങോട്ട് വെക്കണം. ഖബറിന്റെ അരൂക്ക് ചാരിയാണ് വെക്കണം. അതേനെ കവള് നിലത്ത് തട്ടണില്ലേ, അവിടെ കുറച്ച് ഉയർത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കണം എന്നാണ്. അതേപോലെ തന്നെ മറിയുണ്ടെങ്കിൽ നീണം ചാരിയാണ് ചാരി കെടുത്തിയാൽ മതി. ഇപ്പൊ ശരിയാവും. ചെരിച്ചങ്ങോട്ട് കെടുത്തേനെ. ഇതേ കിടത്തുന്നതിനാണ് ഇപ്പൊ നമ്മളും കിടക്കേണ്ട ഒരു ഓർമ്മ ഉണ്ടാവും. അപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ പഠിച്ചോനെ ദാ ഞാനേ എൻ്റെ ശരീരം എനിക്ക് വൈപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഈ ശരീരത്തെ അന്നിലേക്ക് തിരിച്ചിട്ടുണ്ട്, അമ്രിയിലേക്ക് എൻ്റെ കാര്യമൊക്കെ എന്നെ ഏൽപ്പിക്കുവാണ്. ഇനിയിപ്പോ ഞാനത് കിടന്നാൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നെ ഏൽപ്പിച്ചു. എൻ്റെ മുതുകിനെ നിന്നിലേക്ക് ഇതാ ചേർത്തിരിക്കുന്നു. പിന്നെ ചേർത്തിരിക്കുന്നു. റഗ്ബത്തൻ, വലിയ പ്രതീക്ഷ വെച്ചിട്ടാ, വലിയ പ്രതീക്ഷ ഉണ്ട്. ഉറക്കത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ? ഉറക്കെന്ന് പറഞ്ഞ എന്താ സംഭവം? വലിയ എനർജി കിട്ടുന്നുണ്ട്. ഉറക്കം വളരെ വളരെ മനുഷ്യന്റെ ഒന്ന് ഓടി തളർന്ന് അല്ലെങ്കിൽ ടയേർഡായി ജോലിയൊക്കെ ചെയ്ത് വന്ന് ഒന്നാണ് കിടന്ന് നീച്ചെന്തായി റീഫിറ്റായി, ഫുള്ള് എന്തായി റിക്കവറായില്ലേ, ഫുള്ള് ശരിയായി, ഭയങ്കര ഉന്മേഷമാണ്. കാരണം ചിലപ്പോ കുറഞ്ഞ സമയം ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ, കുറഞ്ഞ സമയം. ചിലരൊക്കെ ഒന്ന് ഇരുന്ന് കാണും ഇങ്ങനെ ഒന്നും ഉണ്ടാവും. അതെ ആണ് മതി, അതിന് വലിയ ഇതുണ്ട് എന്നാണ്. കാരണം എന്തുകൊണ്ട്? അപ്പൊ കിടക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടൈറ്റ് ഫിറ്റ് വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ്. ടൈറ്റ് ഫിറ്റ് ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും നടക്കണം. അങ്ങനെയാണ്. അപ്പൊ ശരിക്കും ഉറങ്ങാനായിട്ട് ഒരു ഡ്രസ്സ് വേണം എന്നാണ്. നമ്മൾ തന്നെ എടുത്ത് കാണി കിടന്നുറങ്ങാം, അതന്നെ എടുത്ത് കാണി പോകരുത് എന്നാണ്. ശരിക്കും ഉറങ്ങാനൊരു ഡ്രസ്സ് വേണം. അത് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ മടക്കി അടുത്ത് വെക്കുക, ഉറങ്ങണ സമയത്ത് എടുക്കുക, വീണ്ടും എടുക്കുക. അത് നല്ല ഏറ്റവും അതാണ്. നല്ല തുണി എടുക്കുകയാണെങ്കിൽ നല്ല നൂലിൻ്റെ തുണി, നാടൻ തുണി എന്ന് പറയും, ഒരു കോട്ടന്റെ തുണി എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ്. എന്തുകൊണ്ട്? അതൊക്കെ ഉണ്ടാവും എല്ലാം മുറുകൂല. അപ്പം എന്താവും, നല്ല നീർന്ന് കിടക്കുമ്പോൾ സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ നല്ല എന്താവും, ശ്വാസോച്ഛ്വാസം. ഈ പറഞ്ഞ ഏത് രൂപത്തിൽ കിടന്നാലും നല്ല ശ്വാസോച്ഛ്വാസം കിട്ടും. ശരിയുണ്ടോ? പുരുഷന്മാർ കമയിന്ന് കിടക്കരുത് എന്നാണ്. പിന്നെ അഹ്ലിന്നാർ എന്നാണ്, അത് നരകവാസികളുടെ കിടത്തമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഉണ്ട് എന്ന്. ഒരുപാട് ആരോഗ്യ പരിപാടികളും നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. ഒരു ഭയപ്പാടുമുണ്ട്. പഠിച്ചോനെ കിടന്നിട്ട് അവസാനത്തെ കിടത്താണോ അറിയില്ലത്, ഇനി നീച്ചാൻ അവസരം ഉണ്ടാവും എന്നറിയില്ല. ഉറപ്പത്തന്നിലേക്ക്, നിന്നിലേക്ക് ഒരു ബേജാറുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ബേജാറുണ്ട്, ആവേയും പേടിയൊക്കെ പാടി. അത് തന്നെ. ലാ മൽജഅ, ഒരു മടക്കമില്ല, വലാ മൻജ, ഒരു രക്ഷയും ഇല്ല, മിൻക, നിന്നിൽ നിന്ന്, ഇല്ല ഇലൈക, നിന്നിലേക്ക് വരലല്ലാതെ. ഇനിയിപ്പൊ ഈ പറഞ്ഞതൊക്കെ പേടിച്ചിട്ടും ബേജാറായിട്ടൊക്കെ എന്താ കാര്യം? എൻ്റെ അടുത്ത് തന്നെയല്ലേ വരാനുള്ളത്. അപ്പൊ പ്രതീക്ഷയും മടക്കൊക്കെ അന്നിലേക്ക് തന്നെയാകുന്നു. ആമൻതു ബി കിതാബിക, നിന്റെ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അല്ലദീ അൻസൽത, നീ വാനലോകത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കിയ കിതാബ് കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വബി നബിയിക്കല്ലദീ അർസൽത, നീ അയച്ച പ്രവാചകരെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതാ ഞാൻ പൂർണ്ണ മുസ്ലിമാകുന്നു, മുഅ്മിനാകുന്നു. അതാണ് പറഞ്ഞിട്ട് കെടുക്കാണ് കേട്ടോ. എന്നെന്തേ പറഞ്ഞത്? അഥവാ നീ മരിക്കുകയാണെങ്കിൽ മിത്താലൽ ഫിത്ര എന്നാ പറഞ്ഞത് അല്ലേ? മുസ്ലിമായിട്ട് മരിക്കും. വൈൻ അസ്ബഹത്ത, അഥവാ നേരം വെളുത്ത് നീക്കുകയാണെങ്കിൽ അസ്ബഹത്ത ഖൈറാ, നീ ഖൈറിനെ അസ്ബഹത്ത ഖൈറാ, ഖൈർ എത്തിച്ചവനായിരിക്കും. വഫീ റിവായത്ത് ബിസ്വഹീഹൈനി അൽ ബറാ, ബറാ ബിൻ ആസിർ റളിയല്ലാഹു അൻഹു മറ്റൊരു റിപ്പോർട്ടിലുള്ള യാ ഫുലാനു എന്നപ്പ പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നോട് പറഞ്ഞു ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവൈത മൽജഅക, നേരത്തെ ഫിറാശക എന്നാണ്, മൽജഅന കിടപ്പറ, ഫിറാശറിന്റെ വിരിപ്പ് രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ല? നിസ്കരിക്കാൻ ഒതുടുക്കണ ഒതുടുത്തോണ്ടേന്ന്, കിടന്നുറങ്ങുമ്പോ ഒതോടുകൂടെ ഉറങ്ങണമെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട യാഖൂത്താജി നവ്വറല്ലാഹു മർക്കദ
ഷെയ്ഖുനയോട് ചല ഈ ഒതു മുറിയണ സാധനം എടുത്ത് കിടക്കുന്നുണ്ടാവുമല്ലോ. മനസ്സിലായില്ല? ഒതു മുറിയണ സാധനം എടുത്ത് കിടക്കുന്നുണ്ടാവില്ല, എന്താ ഇപ്പൊ ഒതുകൊടുത്തൊരു കാര്യം ഒപ്പറ് വലിയ തമാശയായിരുന്നല്ലോ. അള്ളാഹു അവരുടെ കബറിടം പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. മഹത്തുക്കൾക്ക് മതതുകൊണ്ട് അള്ളാഹു സലാമത്ത് തരട്ടെ. അപ്പോ ഷെയ്ഖനെ പറഞ്ഞു, ആ ഒതു മുറിയില്ല, ആ ഒതു മുറിയിച്ചിട്ട് നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അഥവാ ഒതു എടുക്കാനാണ് നമ്മളോട് കൽപ്പന ഉള്ളത്, നമ്മളത് ചെയ്യലാണ് നമ്മളെ പണിയെന്ന് കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒതുകൊടുക്കുക, നിസ്കാരത്തിന് ഒതുകൊടുക്കുക. അഥവാ താമായ പൂർണ്ണമായ ബ്രഷൊക്കെ ചെയ്ത് എന്താണ് ഉറങ്ങാൻ പോകുമ്പോൾ ബ്രഷയിൽ സുന്നത്തുണ്ട്. നമ്മൾ നാളെ പറഞ്ഞല്ലോ ബ്രഷയിൽ സുന്നത്തുള്ള സ്ഥലങ്ങള്. അപ്പൊ അതിൽ ഉറങ്ങണ നേരത്തെ എന്ത് ചെയ്യാ, നല്ല ബ്രഷൊക്കെ ചെയ്ത് നല്ല പൂർണ്ണമായൊരു ഒതുവൊക്കെ എടുത്ത്, തണുപ്പാണെങ്കിലും ഒതുവൊക്കെ എടുത്തിട്ട് കിടക്കണം ഈ പറഞ്ഞ രൂപത്തിൽ. നിന്റെ വലത് ഭാഗത്തിന്റെ മേലിൽ കിടന്നോ. എന്നിട്ട് എന്താ പറഞ്ഞു, ഈ പറഞ്ഞ മാതിരി പറഞ്ഞോ. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ലഖിരി ഇലൈക വഫവ്വൽതു അംരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഉണ്ടോ? എന്നിട്ട് പറഞ്ഞു തുമ്മ ഖാല, പിന്നത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിന്റെ സംസാരത്തിൽ അവസാന വാചകം അതായിക്കോട്ടെ. അപ്പൊ ചൊല്ലണിയിൽ ഏറ്റവും അവസാനത്താ. പിന്നെ ചുണ്ടാണ് പൂട്ടിയാണ് കിടക്കാണ്, പിന്നെ അങ്ങനെ കിടക്കാണ്. പിന്നെ എങ്ങനെ എന്താവാ, പിന്നെ ചുണ്ട് ഒച്ചല്ല, പിന്നെ ചുണ്ട് പൂട്ടിയിട്ടുള്ള ദിക്കറുകളാ. പിന്നെ ഇങ്ങനെ അംബാസി ആ ദിക്കറ് ഇങ്ങനെ നടക്കണം. അങ്ങനെ ഉറങ്ങണം. ഒതെടുത്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖനോട് പറഞ്ഞതേ, ഒതെടുത്ത് കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ആ റൂഹ് മുഖദ്ദസായ ഒരുപാട് സ്ഥലത്ത് പോകും, മലക്കുത്തിയ ലോകത്തൊക്കെ പോകുന്നതാണ്. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ, ചില ആൾക്കാരെ വിളിച്ചാൽ അപ്പം ഉണരും, എന്തുകൊണ്ട് റൂഹ് അവിടെ തന്നെ ഉണ്ടാവും. ചില ആൾക്കാരെ വിളിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണരുള്ളൂ. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും എന്നല്ല, ഹറമിലൊക്കെ വരെ പോകുമെന്നാണ്. മലക്കുത്തിയായ പല ലോകത്തും പോകുന്നു, അർശം കുറിച്ചൊക്കെ പോയിട്ട് ഇങ്ങനെ റൂഹ് തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവുന്ന വലിയ മുഖദ്ദസായ റൂഹായിട്ടാണ് പോകുന്നത്. ആ ബന്ധം അഥവാ പിടിച്ചൊക്കെയാണ് എന്താവും, അവിടെയാണ് കാരണം ശുദ്ധിയോടുകൂടെയാണ് കാരണം പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് കിടന്നുറങ്ങാണ്, എല്ലാം പഠിച്ചോനെ ഏൽപ്പിച്ച്, നീച്ചാണ് നീച്ചോട്ടെ, കിടക്കുകയാണെങ്കിൽ കാലാകാലത്തേക്ക് ഉറങ്ങിക്കോട്ടെ, എന്നാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം.